ലെബനനെതിരെ കടുത്ത നിലപാടുകളുമായി ഇസ്രായേൽ. വടക്കൻ ഇസ്രായേലിൽ നിന്നും ഒഴിഞ്ഞുപോയ മുഴുവൻ ഇസ്രായേൽ പൗരന്മാരും തിരിച്ചെത്തുന്നതുവരെ യുദ്ധം തുടരുവാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. ലെബനനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് യുഎസും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് മുന്നോട്ടുവെച്ച 21 ദിന വെടിനിർത്തൽ ആഹ്വാനം ഇസ്രായേൽ നിരാകരിച്ചു. ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കും എന്നതിന്റെ തെളിവാണ് ഇതോടെ പുറത്തുവരുന്നത്. യുഎസും ഫ്രാൻസും പറഞ്ഞാൽ ഇസ്രായേലിനെ വരുതിക്ക് നിർത്താം എന്ന മറ്റു രാജ്യങ്ങളുടെ ധാരണയും ഇതോടെ വെള്ളത്തിലായി. എന്നാൽ നയതന്ത്ര ചർച്ചകളിലൂടെ തുറന്ന യുദ്ധം ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നും വിജയം നേടും വരെ സർവ്വശക്തിയും ഉപയോഗിച്ച ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ലെബനനോട് ചേർന്നുള്ള ഇസ്രായേലിന്റെ വടക്കേ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയവരെല്ലാം സുരക്ഷിതരായി വീടുകളിലെത്തിക്കുക എന്നതും ഏറ്റുമുട്ടലിന്റെ ലക്ഷ്യമാണെന്ന് കാറ്റ്സ് പറഞ്ഞു. വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ കാര്യത്തിൽ ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ലെബനീസ് സർക്കാർ നയതന്ത്ര ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്നു. ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ അതിനുള്ള സാധ്യതയും അസ്തമിച്ചു. ന്യൂയോർക്കിൽ ബുധനാഴ്ച UN പൊതുസഭാ സമ്മേളനത്തിന് എത്തിയപ്പോഴാണ് US, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ, ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും 21 ദിന വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത്. അതിനിടെ ബുധനാഴ്ച രാത്രി തെക്കൻ ലെബനനിലും ബെക്കാവാലിയിലും ഹിസ്ബുള്ളയുടെ 75 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞു. ആക്രമണത്തിൽ 23 സിറിയക്കാർ മരിച്ചു. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് നാടുവിട്ട 15 ലക്ഷം സിറിയക്കാരും ലെബനനിൽ അഭയാർത്ഥികളായുണ്ട്. ആക്രമണം ശക്തമായതോടെ 6000 ലെബനൻകാരും 15000 സിറിയക്കാരും സിറിയയിലേക്ക് പലായനം ചെയ്തു. ഇതിനിടെ ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പ്രത്യാക്രമണവും ഉണ്ടായി. 45ഓളം റോക്കറ്റുകൾ പടിഞ്ഞാറൻ ഗലീലി മേഖലയിലേക്ക് ഹിസ്ബുള്ള തൊടുത്തിട്ടുമുണ്ടായിരുന്നു. ഇതിൽ മിക്കതും തകർന്നെങ്കിലും ചിലത് തുറസായ സ്ഥലത്ത് വീണെന്ന് ഇസ്രായേൽ പട്ടാളം അറിയിച്ചിട്ടുണ്ട്. 4 ദിവസമായി നടക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ 600-ലേറെ ലെബനൻകാരാണ് കൊല്ലപ്പെട്ടത്. 6 കോടിയിലേറെ പേരുള്ള ലെബനനിൽ 5 ലക്ഷം പേർ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനം തേടിപ്പോയെന്നാണ് റിപ്പോർട്ടുകൾ.